ആവർത്തന പുസ്തകം 6-ാം അധ്യായം അതിന്റെ 4-5 വാക്യങ്ങളാണ് ഞാൻ ഇന്ന് രാത്രിയിൽ ദൈവവചന ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ ഭാഗത്തെ അടിസ്ഥാനമാക്കി ചില ദൈവിക ചിന്തകളെ നിങ്ങളുമായി പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞത് യോശുവയുടെ പുസ്തകം 3-ാം അധ്യായം 4-ാം വാക്യത്തിന്റെ അവസാന ഭാഗം, ഈ വഴിക്ക് നിങ്ങൾ മുമ്പേ പോയിട്ടില്ലല്ലോ. ഇന്ന് രാത്രിയിൽ ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിലൂടെ ചില ദൈവിക ദർശനങ്ങളെ, തിരുവെഴുത്തുകളെ നിങ്ങളുടെ മുമ്പിലേക്ക് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ്. എന്തിനാണ് ഈ രാത്രിയിൽ ഈ ഭാഗത്തെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുവാൻ ആഗ്രഹിക്കുന്നത്? 2 കാര്യങ്ങളാണ്. ആവർത്തന പുസ്തകം 6-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യത്തിൽ നീ ദീർഘായുസ്സോടിരിക്കുവാൻ, ശ്രദ്ധിച്ചു കേൾക്കണമേ. ഇന്ന് കേൾക്കുവാൻ പോകുന്ന വചനം എന്തിനാണെന്ന് ചോദിച്ചാൽ, വചനം പറയുന്നത് ദീർഘായുസ്സോടെ ഇരിക്കുവാനാണ്. ആർക്കാണ് ദീർഘായുസ് ഇഷ്ടമില്ലാത്തത്? ആരെങ്കിലും ഉണ്ടോ? ദീർഘായുസിന് വേണ്ടി പ്രാർത്ഥിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല അല്ലെ? എല്ലാവരും ആഗ്രഹിക്കുന്നത് കുറഞ്ഞതൊരു 100 വർഷമെങ്കിലും ജീവിക്കണം അല്ലേ? എന്റെ അമ്മ നല്ല ക്ഷീണതയാണ്, അച്ഛനറിയാം. മെഡിസിനെ കഴിച്ചു, ഒരുപാട് ക്ഷീണതയാണ്. എന്നാൽ അമ്മ പറയും എനിക്ക് മരിക്കണ്ട. എന്റെ അമ്മ പറയും, ഞങ്ങൾ മക്കളെ കളിയാക്കും. അപ്പൊ പറയും എനിക്ക് ദീർഘായുസാണ് വേണ്ടത്. അപ്പൊ ആരും എല്ലാവരും ഇഷ്ടപ്പെടുന്നതാണ് ദീർഘായുസ്. വചനം പറയുന്നത് നിനക്ക് ദീർഘായുസ് ഉണ്ടാകുവാൻ ഈ വചനങ്ങളെ ഇന്ന് നമ്മൾ ധ്യാനിക്കാനായിട്ട് പോവുകയാണ്. രണ്ടാമതായി അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ, ആകയാൽ ഇസ്രായേലേ നിനക്ക് നന്നായിരിക്കേണ്ടതിന്. നന്നായിരിക്കാൻ ഇഷ്ടമില്ലാത്ത ആരെങ്കിലുണ്ടോ? കാര്യമില്ല. നമ്മൾ പറയുന്നത് എപ്പോഴും അടിപൊളിയായിരിക്കണം, അങ്ങനെയല്ലേ? ട്രെൻഡ് അതാണ്, നന്നായിരിക്കണം എന്നതാണ്. ഏറ്റവും നന്നായിരിക്കണം, ശുഭമായിരിക്കണം, ക്ഷേമമായിരിക്കണം, സൗഖ്യമായിരിക്കണം എന്നാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് കേൾക്കാൻ പോകുന്ന വചനം ദീർഘായുസ് ആഗ്രഹിക്കുന്നവരും ജീവിതം നന്നായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കുമുള്ള ദൈവദൂതാണ്. എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഒന്ന്, ദീർഘായുസ് ഉണ്ടാകാൻ, നിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടതായും നന്നായിരിക്കുവാൻ ഒന്നാമത്തെ അടിസ്ഥാന ഘടകം 6-ാം അധ്യായം അതിന്റെ 4-5 വാക്യങ്ങളാണ്. ഒന്നുകൂടി വായിക്കാം. ഇസ്രായേലെ കേൾക്കാം, യഹോവ നമ്മുടെ ദൈവമാകുന്നു. യഹോവ ഏകൻ തന്നെ. നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടുകൂടി സ്നേഹിക്കണം. ഒന്ന്, നിനക്ക് ദീർഘായുസ് ഉണ്ടാകാൻ, നിന്റെ ജീവിതം നന്നായിരിക്കുവാൻ ആദ്യത്തെ ബേസിക് ആയിട്ടുള്ള സ്റ്റെപ്പ്, നീ ദൈവത്തെ സ്നേഹിക്കണം. കഴിഞ്ഞ രാത്രിയിൽ ഈ കൺവെൻഷന്റെ പേര് തന്നെ അഗപ്പെ എന്നാണ്. അച്ഛൻ അതിനെക്കുറിച്ച് പറഞ്ഞു. എന്റെ ഒരു ഭാഗം അച്ഛൻ ഇന്നലെ പറഞ്ഞു. അതൊരു ദൈവാത്മാവിന്റെ വെളിപ്പെടുത്തലാണ്. ഞാൻ ഇന്ന് ഈ 2-ാമത്തെ ദിവസം ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ച് ഒന്ന് പറയണമെന്ന് ആഗ്രഹിച്ചു. യവന പദത്തിൽ 4 വാക്കുകൾ അച്ഛൻ ഇന്നലെ ഹ്രസ്വമായി പറഞ്ഞു. സ്നേഹത്തിന് ഗ്രീക്കിൽ പറയുന്ന 4 വാക്കുകൾ അച്ഛൻ വളരെ വേഗത്തിൽ അതിനെ പറഞ്ഞു പോവുകയുണ്ടായി. ഈ 4 വാക്കുകളെയും അതിന്റെ അന്തർധാര സ്നേഹം എന്നാണ്. പക്ഷേ
അത് വ്യത്യസ്തമായ അർത്ഥതലങ്ങളിൽ നിന്നുകൊണ്ടാണ് ആ വാക്കുകളെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഒന്നാമത്തെ വാക്ക് അച്ഛൻ ഇന്നലെ പറഞ്ഞതാണ് സ്റ്റോൾജെ എന്ന് പറയുന്ന പദം. അതിന് അഫക്ഷൻ എന്നാണ്, സ്നേഹമെന്നാണ്. ആ സ്നേഹത്തിനൊരു പ്രത്യേകതയുണ്ട്. അച്ഛൻ പറഞ്ഞു, മാതാപിതാക്കൾ മക്കൾ തമ്മിലുള്ള സ്നേഹത്തെ കുറിച്ചാണ് പറയുന്നത്. മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള സ്നേഹത്തെ പ്രകടിപ്പിക്കുവാൻ ഉപയോഗിക്കുന്ന ഗ്രീക്കിലെ ഒന്നാമത്തെ പദം സ്റ്റോർജെ എന്ന പദമാണ്. രണ്ടാമത്തെ വാക്ക് ഫിലയ എന്ന പദമാണ്. അച്ഛൻ ഇന്നലെ പറഞ്ഞു, ഫിലയ എന്ന് പറഞ്ഞാൽ കൂട്ടുകാർ തമ്മിലുള്ള സൗഹൃദം. അത് അപ്പനും മക്കളും പോലുള്ള ബന്ധമല്ല, ആണോ? അല്ല, സുഹൃത്തുക്കൾ തമ്മിലുള്ള സൗഹൃദമാണ്. അതിനെ സൂചിപ്പിക്കാനാണ് ഫിലിയ എന്ന വാക്ക് ഗ്രീക്കിൽ ഉപയോഗിക്കുന്നത്. മറ്റൊരു പദമാണ് എറോസ് എന്ന വാക്ക്. അതിന് റൊമാന്റിക് ലവ് എന്നാണ് പറയുന്നത്. ഭാര്യാഭർത്തൃ സ്നേഹത്തെ അല്ലെങ്കിൽ പ്രണയികളെ ആ സ്നേഹത്തെ കുറിച്ച് പറയാൻ ആണ് ഈ എറോസ് എന്ന പദം ഉപയോഗിക്കുന്നത്. നാലാമത്തെ വാക്കാണ് അഗാപ്പെ എന്ന പദം. 2024 കൺവെൻഷന് ഏറ്റവും അനുയോജ്യമായ ഒരു പദമാണ് നൽകിയിരിക്കുന്നത്. അഗാപ്പെ, ഗോഡ്സ് ലവ് അല്ലെങ്കിൽ ഡിവൈൻ ലവ്, ദൈവസ്നേഹം. ദൈവസ്നേഹത്തെ പറയാൻ ഇതിൽ പരം വേറൊരു വാക്കില്ല. അഗാപ്പെ എന്ന പദമാണ്. അതിന് നൽകിയിരിക്കുന്ന മീനിങ് അൺകണ്ടീഷണൽ ലവ് എന്നാണ്. എന്ന് പറഞ്ഞാൽ യാതൊരു വ്യവസ്ഥകളുമില്ലാത്ത സ്നേഹം. മറ്റ് 3 പദങ്ങൾക്കും കണ്ടീഷണൽ ലവ് ആണ്. ഇന്നാണെങ്കിൽ അപ്പനും മക്കളും തമ്മിലുള്ള സ്നേഹബന്ധം എന്ന് പറയുന്നത് വസ്തു ഷെയർ ചെയ്യുന്നത് വരേ ഉള്ളൂ. അതുവരെ അപ്പനെ അമ്മയെ നോക്കും. കണ്ടീഷണൽ അല്ലെ? ഭാര്യാഭർത്തൃ സ്നേഹം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അതും വ്യവസ്ഥകൾക്ക് വിധേയപ്പെട്ട സ്നേഹമാണ്. കൂട്ടുകാർ തമ്മിലുള്ള സ്നേഹം എന്നാലും അതുപോലെ തന്നെയാണ്, വ്യവസ്ഥകൾക്ക് വിധേയപ്പെട്ട. നീ എന്നെ സ്നേഹിച്ചാൽ ഞാൻ നിന്നെ സ്നേഹിക്കും. പക്ഷെ ദൈവസ്നേഹം അങ്ങനെയല്ല. നീ എന്നെ സ്നേഹിച്ചാൽ ഞാൻ നിന്നെ സ്നേഹിക്കാമെന്നല്ല. നീ എന്നെ സ്നേഹിച്ചില്ലെങ്കിലും ഞാൻ നിന്നെ സ്നേഹിക്കും. അതാണ് ദൈവസ്നേഹം. അതാണ് ദൈവസ്നേഹം. യാതൊരു വ്യവസ്ഥകളുമില്ലാതെ സ്നേഹിച്ചവനാണ് നമ്മുടെ ദൈവം. ആ സ്നേഹത്തെയാണ് വേദപുസ്തകത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. എന്തുകൊണ്ട് നാം ദൈവത്തെ സ്നേഹിക്കണം? അതുകൊണ്ടാണ് മോശയിലൂടെ ദൈവത്തിന്റെ നിയോഗം, ദൈവത്തിന്റെ അരുളപ്പാട് പറയുന്നത്, നീ ദൈവത്തെ സ്നേഹിക്കണം. എന്തുകൊണ്ട് നീ ദൈവത്തെ സ്നേഹിക്കണം? ആവർത്തന പുസ്തകം 7-ാം അധ്യായം അതിന്റെ 6, 7, 8 വാക്യങ്ങൾ വളരെ വേഗത്തിൽ നിന്ന് വായിക്കാം. ആവർത്തന പുസ്തകം 7-ാം അധ്യായം അതിന്റെ 6, 7, 8 വാക്യങ്ങൾ. നിന്റെ ദൈവമായ യഹോവയ്ക്ക് നീ ഒരു വിശുദ്ധ ജനമാകുന്നു. ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് നിന്നെ തനിക്ക് സ്വന്തം ജനമാക്കിയിരിക്കേണ്ടതിന് നിന്റെ ദൈവമായ യഹോവ തിരഞ്ഞെടുത്തിരിക്കുന്നു. നിങ്ങൾ സംഖ്യയിൽ സകല കേൾക്കണമേ, ഒന്നുകൂടി. നിങ്ങൾ സംഖ്യയിൽ സകല ജാതികളെക്കാളും പെരുപ്പമുള്ളവരാകൊണ്ടല്ല യഹോവ നിങ്ങളെ പ്രിയപ്പെട്ട് തിരഞ്ഞെടുത്തത്. നിങ്ങൾ സകല ജാതികളെക്കാളും കുറഞ്ഞവരല്ലോ ആയിരുന്നത്. യഹോവ നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടും യഹോവ നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്.
ഹല്ലേലൂയ. ആർക്കും പറയാൻ തോന്നുന്നില്ലേ? എന്തിനാണ് ദൈവം നിന്നെ സ്നേഹിച്ചത്? വേദപുസ്തകം വ്യക്തമായി പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ സംഖ്യയിൽ വളരെ കൂടുതലുള്ള ആളുകളായിരുന്നിട്ടല്ല. ആണോ? ഞാൻ നിങ്ങളൊക്കെ ഉന്നത കുലജാതരായിട്ടാണോ ദൈവം നമ്മെ തെരഞ്ഞെടുത്തത്? ആണോ? അല്ല. അങ്ങനെ നോക്കിയിരുന്നെങ്കിൽ ഞാൻ നിങ്ങളൊന്നും ഇവിടെ നിൽക്കത്തില്ല. ഇസ്രായേൽ ജനത്തോട് പറയുകയാണ്, നിന്നേക്കാൾ വലിയ ജാതിക്കാരുണ്ടായിരുന്നു, നിന്നൊക്കെ മഹാന്മാരുണ്ടായിരുന്നു, ഉന്നത കുലത്തിൽപ്പെട്ട അനേകം ആയിരങ്ങളുണ്ടായിരുന്നു. പക്ഷേ യഹോവയുടെ ദൃഷ്ടി നിന്റെ മേൽ പതിഞ്ഞിരിക്കുകയാണ്. നീ നിന്റെ വലിപ്പം കൊണ്ടല്ല, നീ എണ്ണത്തിൽ കൂടുതലാകുകൊണ്ടല്ല, നീ ഉന്നത കുലജാതനായിരുന്നിട്ടുമല്ല, മറിച്ച് സംഖ്യയിൽ കുറഞ്ഞവരായിരുന്നു എന്നാണ്. ഇതൊരു ഓർമ്മപ്പെടുത്തലാണ് ഇന്ന് രാത്രിയിൽ. പ്രിയമുള്ളവരെ, ആ ഭാഗം നമ്മൾ വായിക്കുന്നത്, നിങ്ങൾ സകല ജാതികളെക്കാളും പെരുപ്പമുള്ളവരായിരുന്നിട്ടല്ല ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തത്. നിങ്ങൾ എങ്ങനെയുള്ള കുറഞ്ഞവരായിരുന്നു എന്നാണ്, അല്ലെ? താഴ്ന്നവരായിരുന്നു എന്നതാണ്. എന്തുകൊണ്ടാണ് നമുക്ക് ഈ മാന്യതയൊക്കെ വന്നു ചേർന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നമ്മളിന്ന് വഹിക്കുന്ന ഈ നന്മകളൊന്നും ഒരു 50, 60, 100 വർഷത്തിന് മുമ്പ് നമ്മുടെ പിതാക്കന്മാരൊന്നും അനുഭവിച്ചില്ല. നമ്മളൊന്ന് കഴിഞ്ഞ കാലങ്ങളിലേക്ക് ഒരു തിരിഞ്ഞു നോക്കണം. ദൈവം നമ്മെ തിരഞ്ഞെടുത്ത വിധത്തെക്കുറിച്ച് ജനത്തോട് പറയുകയാണ്. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തോട് ദൈവം പറയുകയാണ്, നീ സംഖ്യയിൽ പെരുപ്പമുള്ളത് കൊണ്ടല്ല, നീ സകല ജാതികളെക്കാളും യോഗ്യതയുള്ളത് കൊണ്ടല്ല, പെരുപ്പമുള്ളത് കൊണ്ടോ വലിപ്പമുള്ളത് കൊണ്ടോ അല്ല, മറിച്ച് സകല ജാതികളെക്കാൾ കുറഞ്ഞവരായിരുന്നു കൊണ്ടാണ് തമ്പുരാൻ നിന്നെ നോക്കിയത്, നിന്നെ കണ്ടത്, നിന്നെ സ്വന്തം ജനമായി സ്വീകരിച്ചത്. അതുകൊണ്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, നീ എനിക്ക് ഒരു വിശുദ്ധ ജനമാണ്, സ്വന്തം ജനമാണ് എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ദൈവത്തെ നമുക്ക് സ്നേഹിക്കേണ്ട പ്രിയമുള്ളവരെ. അതുകൊണ്ട് നീ ദൈവത്തെ സ്നേഹിക്കണം. നീ കുറഞ്ഞവരായിരുന്നിട്ട് പോലും, യാതൊരു യോഗ്യതയില്ലാതിരുന്നിട്ട് പോലും, ഒന്നുകൂടി പറഞ്ഞാൽ മനുഷ്യനാണെന്ന് പോലും പരിഗണിക്കപ്പെടാതിരുന്ന കാലഘട്ടത്ത് നമ്മെ തേടി വന്നതാണ് ഈ ദൈവസ്നേഹം. അതാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. പക്ഷെ ദൈവം സുവിശേഷം 3-ാമത്തെ വാക്യത്തിൽ അവിടെ നമ്മൾ വായിക്കുന്നു, തന്റെ ഏകിട തന്നെ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതില്ല. ദൈവം യേശുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്നാണ്. തന്റെ മകനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ഈ ലോകത്തെ സ്നേഹിച്ചു എന്ന് തിരുവെഴുത്ത് നമ്മെ ഉദ്ബോധിപ്പിക്കുകയാണ്. ആ സ്നേഹത്തിലാണോ നമ്മളിന്ന് ജീവിക്കുന്നത് പ്രിയമുള്ളവരെ? എത്ര പേർക്ക് ഇന്ന് ഈ ദൈവത്തെ ആത്മാർത്ഥതയോടെ സ്നേഹിക്കുന്ന എത്ര പേരുണ്ട്? നമ്മെ സ്നേഹിച്ച ദൈവത്തെ. നമ്മുടെ സ്നേഹം ഇന്ന് കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ടാണ് വെളിപാട് പുസ്തകം 2-ാമത്തെ വാക്യത്തിൽ, വെളിപാട് പുസ്തകത്തിൽ എഫെസോസ് സഭയോട് ദൂതനോട് പറയുകയാണ്, 4-ാം വാക്യം, 2-ാം അധ്യായം 4-ാം വാക്യം, ആ എഫെസോസ് സഭയുടെ വിശ്വാസികളോട് ദൈവാത്മാവ് വിളിച്ചു പറയുന്നത് ഒരു വാക്യമുണ്ട്. എന്താണെന്നറിയാമോ? എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുപോയി എന്നാണ്. എഫെസോസ് സഭയുടെ പ്രത്യേകത ആദ്യ സ്നേഹം വിട്ടുപോയ സഭയാണ്. ഇന്ന് രാത്രിയിൽ ഞാൻ ചോദിക്കട്ടെ, ആദ്യത്തെ സ്നേഹമുണ്ടോ?
ആദ്യത്തെ പ്രാർത്ഥന ഇന്നുണ്ടോ? ആദ്യത്തെ വിശ്വാസം നമുക്കിന്നുണ്ടോ? ആരാധനയുടെ ആഭിമുഖ്യം നമുക്കിന്നുണ്ടോ? ദൈവത്തോടുള്ള ബന്ധം നമുക്കിന്നുണ്ടോ? എഫെസോസിലെ വിശ്വാസികളോട് പറയുന്നു, നിന്റെ ആദ്യ സ്നേഹം വിട്ടുപോയി. ആദ്യ സ്നേഹം പോയ സഭയാണ്. യേശുകർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 21 അധ്യായം അതിന്റെ 15 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, യേശുവിന്റെ ശിഷ്യന്മാർ തിബിരിയസ് കടലിൽ മീൻ പിടിച്ച് ഒന്നും കിട്ടാതെ തീരത്തേക്ക് വരുമ്പോൾ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ കാണുകയാണ്. അതിന്റെ 15 വാക്യത്തിൽ യേശു കർത്താവ് തന്റെ അരുമ ശിഷ്യനായ പത്രോസിനോട് ചോദിക്കുന്നു, യോഹന്നാന്റെ മകനായ ശിമോനെ, നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? തള്ളിപ്പറഞ്ഞ പത്രോസിനോട്, കൂട്ടം വിട്ടുപോയ പത്രോസിനോട് ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഗലീല കടലിന്റെ തിബിരിയാസ് കടലിന്റെ തീരത്ത് നിന്നുകൊണ്ട് തന്റെ സ്നേഹിതനായ, തന്റെ ആത്മമിത്രമായ, തന്നോട് കൂടി ക്രൂശിക്കപ്പെടേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളിപ്പറയില്ല എന്ന് പറഞ്ഞ പത്രോസിനോട് യേശു കർത്താവ് ചോദിക്കുന്നു, യോഹന്നാന്റെ മകനായ ശിമോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? പത്രോസ് പറഞ്ഞ മറുപടി എന്താണെന്ന് അറിയാമോ? കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട്. അതിന്റെ 16 വാക്യം നമ്മൾ വായിക്കുമ്പോൾ വീണ്ടും ചോദിക്കുന്നു യേശു പത്രോസിനോട്, യോഹന്നാന്റെ മകനായ ശിമോനെ, നിനക്കെന്നോട് സ്നേഹമുണ്ടോ? അപ്പോഴും പത്രോസ് പറഞ്ഞു, കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട്. ഈ 2 പ്രാവശ്യത്തെയും യേശുവിന്റെ ചോദ്യവും പത്രോസിന്റെ ആൻസറും തമ്മിൽ യോജിക്കുന്നില്ല. ഹൃദയത്തിന്റെ ആഴങ്ങൾ അറിയുന്ന തമ്പുരാന്റെ മുമ്പിൽ പത്രോസിന്റെ ചോദ്യം തന്റെ ഹൃദയത്തിന്റെ അകത്തളത്തിൽ നിന്ന് വരുന്ന ഉത്തരമല്ല. ഒഴുക്കം മട്ടിൽ പറഞ്ഞു പോവുകയാണ്. 17 വാക്യത്തിൽ മൂന്നാമതും യേശു കർത്താവിനോട് ചോദിക്കുകയാണ്, യോഹന്നാന്റെ മകനായ ശിമോനെ, നിനക്കെന്നോട് പ്രിയമുണ്ടോ? മൂന്നാമത്തെ ചോദ്യം ചില ഓർമ്മപ്പെടുത്തലുകളാണ്. പത്രോസ് എത്ര പ്രാവശ്യം തള്ളി പറഞ്ഞു? 3 പ്രാവശ്യം തള്ളി പറഞ്ഞു. മൂന്നാമത്തെ ചോദ്യം ചോദിച്ചപ്പോൾ പത്രോസ് തന്റെ ഉള്ളറകളിലേക്കും തിരിഞ്ഞു നോക്കി. തന്റെ അടിമനാനം തള്ളിപ്പറഞ്ഞ നിമിഷത്തെ ഓർത്തു. തന്റെ ഹൃദയത്തിന്റെ പരിച്ഛേദനം അറിയുന്ന കർത്താവിന്റെ മുമ്പിൽ, ഹൃദയത്തിന്റെ ആഴങ്ങൾ അറിയുന്ന കർത്താവിന്റെ മുമ്പിൽ ഒന്നുമില്ലാത്തവനായി നിൽക്കുന്ന പത്രോസ് പറയുകയാണ്, കർത്താവേ, നീ സകലവും അറിയുന്നു എന്നാണ്. ഇന്ന് രാത്രിയിൽ സകലതും അറിയുന്നവന്റെ മുമ്പിലാണ് ഞാനും നിങ്ങളും കടന്നു വന്നിരിക്കുന്നത്. പ്രിയമുള്ളവരെ, സകലതും അറിയുന്നവന്റെ മുമ്പിൽ കർത്താവ് മൂന്നാമത് ചോദിച്ചപ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത്, പത്രോസ് ദുഃഖിച്ചു, സങ്കടപ്പെട്ടു. മൂന്നാമത്തെ ഉത്തരം വരുന്നത് എവിടെ നിന്നാണ് വരുന്നത്? അവന്റെ ഹൃദയത്തിൽ നിന്ന്, അവന്റെ ആഴങ്ങളിൽ നിന്നാണ്. അവൻ പറയുകയാണ്, കർത്താവേ, നീ സകലവും അറിയുന്നു, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്നും അറിയുന്നു. കർത്താവിന് ഇതാണ് ആവശ്യം, ഈ ഉത്തരമായിരുന്നു ആവശ്യം. ഇന്ന് രാത്രി ദൈവം നിങ്ങളോട് ചോദിക്കുന്നു, നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഇവരെക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? നെഞ്ചിൽ കൈവച്ച് എത്ര പേർക്ക് പറയാൻ കഴിയും, എന്നെ സ്നേഹിച്ച, ഒന്നുമില്ലായ്മയിൽ നിന്ന്, ആരും കരുതാതിരുന്നിടത്ത് നിന്ന്, എന്റെ മനുഷ്യനെ പോലും പരിഗണിക്കാത്തിടത്ത് നിന്ന് എന്റെ മാറോട് ചേർത്ത് സഭയോട് നിർത്തി എല്ലാ അനുഗ്രഹങ്ങളും നൽകി ഇന്ന് കാണുന്ന ജീവിത സൗഭാഗ്യങ്ങളെല്ലാം നമുക്ക് നൽകിയ ഈ ദൈവത്തെ ഞാൻ സ്നേഹിക്കുമെന്ന് എത്ര പേർക്ക് 2024 13ാമത്തെ ദിവസം ചങ്കോട് പറയാനായിട്ട് കഴിയും? അതുകൊണ്ടാണ് പാട്ടുകാരൻ പാട്ടിലൂടെ പാടിയത്, സ്നേഹിച്ചിടും ഞാനെന്നും നിന്നെ, എന്നെ സ്നേഹിച്ചായം യേശുവേ, സ്നേഹിപ്പാനിയ
തിങ്ങില്ലേ. ഇങ്ങുമെങ്ങും നിൻ സ്നേഹം നീയേ. സ്നേഹിക്കൂ ഞാൻ നിന്നെ എല്ലാറ്റിനേക്കാളും യേശുവേ. സ്നേഹിക്കൂ ഞാൻ നിന്നെ എൻ ജീവനേക്കാളും യേശുവേ. നീ എന്നെ സ്നേഹിച്ചതുപോലെ മറ്റാരും സ്നേഹിച്ചില്ല എന്നെ. നിൻ ജീവനെയും നീ തന്നല്ലേ. സ്നേഹിച്ചാവിൻ മഹാത്മാവേ. സ്നേഹിക്കൂ ഞാൻ നിന്നെ എല്ലാറ്റിനേക്കാളും യേശുവേ. സ്നേഹിക്കൂ ഞാൻ നിന്നെ എൻ ജീവനേക്കാളും യേശുവേ. എത്ര പേർക്ക് പറയാൻ കഴിയും, ദൈവമേ അങ്ങനെ സ്നേഹിച്ചതുപോലെ ലോകത്താരും എന്നെ സ്നേഹിച്ചില്ല. തന്റെ ചങ്കില ചോര നൽകി അവിടെ നിന്ന് വീണ്ടെടുത്തു, അവിടെ നിന്ന് സ്നേഹിച്ചു. എത്ര പേർക്ക് പറയാൻ കഴിയും, ഈ ദൈവത്തെ ഞാൻ സ്നേഹിക്കും, ഈ ദൈവത്തെ ഞാൻ സ്നേഹിക്കും. 2 ആവർത്തന പുസ്തകം 6-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം. ആവർത്തന പുസ്തകം 6-ാം അധ്യായം അതിന്റെ 12. നിന്നെ അടിമ വീടായ മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവന്ന യഹോവയെ മറക്കാതിരിക്കുവാൻ സൂക്ഷിച്ചുകൊള്ളുക. ഒന്നാമത് ഞാൻ പറഞ്ഞത് ദൈവത്തെ സ്നേഹിക്കണം. 2 ദൈവത്തെ മറക്കാതിരിക്കണം. ഇന്ന് ക്രൈസ്തവ സഭ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി, ഏറ്റവും വലിയ അപജയം, ഏറ്റവും വലിയ ഗതികേട് ഓർമ്മയില്ലാത്തവരായി മാറി എന്നതാണ്. ഒന്നുകൂടി പറഞ്ഞാൽ, അൽഷിമേഷ്യസ് രോഗം അറിയാലോ? എന്ത് രോഗമാണ്? മറവി രോഗം, അല്ലെ? ഇന്ന് ഈ രോഗം പിടിപെട്ടവരെ പോലെയായി കേരളത്തിലെ ക്രൈസ്തവരിൽ 90% പേര്. ദൈവവചനത്തിൽ പറയുന്നു, നിനക്ക് ദീർഘായുസ്സുണ്ടാകാൻ, നീ നന്നായിരിക്കുവാൻ ദൈവത്തെ നീ മറക്കരുത്, അല്ലെ? മറന്നുപോകരുത്. ആരെ? ദൈവത്തെ. ഒരു ഓർമ്മപ്പെടുത്തലാണ്. നീ ആരായിരുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ. നീ ആരായിരുന്നു? 12-ാം വാക്യം. നിന്നെ അടിമ വീടായ മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവന്ന ദൈവത്തെ നീ മറക്കരുത്. എന്ന് വെച്ചാൽ നീ ആരായിരുന്നു? അടിമയായിരുന്നു. ആരുടെ? മിസ്രയീമിലെ ഫറവോന്റെ അടിമയായിരുന്നു. ഇസ്രായേലിന്റെ ചരിത്രവും നമ്മുടെ ചരിത്രവും വ്യത്യസ്തതയൊന്നുമല്ല. നമ്മളും അടിമകളായിരുന്നു. ഒരു കാലഘട്ടത്തിൽ കേരളത്തിൽ അടിമച്ചന്തകളുണ്ടായിരുന്നു. കേരളത്തിന്റെ ചരിത്രമൊന്ന് പഠിച്ചാൽ അത് നമുക്ക് കാണാനായിട്ട് കഴിയും. അതുകൊണ്ട് ഈ രാത്രി ഞാൻ വിളിച്ചു പറയുന്ന, അടിമകളായിരുന്ന നിങ്ങളെയും എന്നെയുമാണ് തമ്പുരാൻ വീണ്ടെടുത്തത്. അതിന് നമ്മൾ കടപ്പെട്ടിരിക്കുന്ന ആരോടാണെന്ന് അറിയാമോ? ക്രൈസ്തവ മിഷണറിമാരാണ്. ചരിത്രമറിയാത്ത ആളുകൾ ചോദിക്കുന്നു, ബ്രിട്ടീഷുകാരും മിഷണറിമാരും വന്നൊക്കെ ഇവിടെ രാജ്യത്തെ കൊള്ളയടിച്ചെന്ന്. തെറ്റ്. അടിമത്തത്തിലായിരുന്നപ്പോൾ ഒരു വലിയ ജനസമൂഹത്തെ വിമോചനത്തിന്റെ, വീണ്ടെടുപ്പിന്റെ
ദൂതുവാഹകരായി മാറിയത് മിഷണറിമാരായിരുന്നു. നല്ല തുടുതുടുത്ത സായിപ്പുമാര് വന്ന് കറുകാരിക്കുന്ന അമ്മച്ചിമാരെ അപ്പച്ചമാരെ കെട്ടിപ്പിടിച്ചപ്പോൾ ഈ നാട്ടിലെ മനുഷ്യരായവരെ മനുഷ്യരായി പരിഗണിച്ചിരുന്നില്ല. നിങ്ങൾക്ക് ഓർക്കണം, അല്ലേ? എന്താ പറയാ, ഇവിടെയുള്ള ആളുകളാരും ഇവിടെയുള്ള സാധാരണ അടിമകളെ മനുഷ്യരായി പരിഗണിച്ചിരുന്നില്ല. പിന്നെ ആദ്യമായി സഹോദര എന്ന് പറഞ്ഞുകൊണ്ട് ഷേഖാൻ നൽകിയതാരെന്നറിയാമോ? പാവ മിഷണറിമാരാണ്. ലൂതറൻ സഭയുടെയും LMSന്റെയും മറ്റെല്ലാ സഭകളുടെയും പാരമ്പര്യമെന്ന് പരിശോധിച്ച് നോക്കൂ. മിഷണറിമാരുടെ ത്യാഗോജ്ജലമായ പോരാട്ടത്തിന്റെ പരിണിതഫലമാണ് ഞാൻ നിങ്ങളിൽ നിന്ന് അനുഭവിക്കുന്നത്. സാധാരണ പറയാറുണ്ട് സ്കൂളുകളെ പള്ളിക്കൂടങ്ങൾ എന്നാ പറയും. ഈ പദം എവിടെ നിന്ന് കിട്ടിയെന്നറിയാമോ? ഈ പള്ളിക്കൂടങ്ങൾ എന്ന പദം എവിടെ നിന്ന് കിട്ടി? എവിടെ നിന്ന് കിട്ടിയത്? അത് പള്ളിയിൽ നിന്നാണ് കിട്ടിയത്. മറന്നു പോകരുത്. ചിലരൊക്കെ ചോദിക്കാറുണ്ട് മിഷണറിമാർ എന്ത് ചെയ്തെന്ന്. ചരിത്രമറിയം പഠിക്കണം നമ്മൾ. പള്ളിയോട് ചേർന്ന് പള്ളിക്കൂടങ്ങൾ സ്ഥാപിച്ചിട്ടാണ് എനിക്ക് നിങ്ങൾക്ക് അറിവിന്റെ വാതായ നിങ്ങൾ തുറന്നത്. അതല്ല നമ്മുടെ ചരിത്രം. ചരിത്രം നമ്മൾ മറക്കാൻ പാടില്ല പ്രിയമുള്ളവരെ. ചരിത്രം ഒരിക്കലും വിസ്മരിച്ചു പോകാൻ പാടില്ല. ഞാനും നിങ്ങൾ അടിമകളായിരുന്നു. അതുകൊണ്ട് ദൈവം ഇസ്രായേൽ ജനത്തോട് പറയുകയാണ്, നീ ആരായിരുന്നു നിനക്കൊരു അവബോധം വേണം. നീ ആരായിരുന്നു? അടിമയായിരുന്നു. അടിമത്തിൽ നിന്ന് കൊണ്ടുവന്ന യഹോവയെ നീ മറക്കാതിരിക്കുവാൻ സൂക്ഷിക്കുക എന്ന് പറയുകയാണ്. അതുകൊണ്ടാണ് 103-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നത്, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരംഗവുമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ആവർത്തന പുസ്തകം 8-ാം അധ്യായം അതിന്റെ 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്കിത് കാണുവാനായിട്ട് കഴിയും. അതിന്റെ 17-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. ആവർത്തന പുസ്തകം 8-ാം അധ്യായം 17-ാമത്തെ വാക്യം. എന്റെ ശക്തിയും എന്റെ കൈയുടെ ബലവും ഈ സമ്പത്തുണ്ടാക്കി എന്ന് നിന്റെ ഹൃദയത്തിൽ പറയാതിരിക്കാൻ കഴിയണം. അവിടെ ഇസ്രായേൽ ജനത്തോട് പറയുകയാണ്, നീ പോകുന്ന നാട്ടിൽ നീ പണിയാത്ത വീടുകൾ നിനക്ക് ലഭിക്കാൻ പോവുകയാണ്. നീ നട്ടിട്ടില്ലാത്ത മുന്തിരിവള്ളിയുടെ ഫലം നീ ഭക്ഷിക്കാനായിട്ട് പോവുകയാണ്. നീ കുഴിക്കാത്ത കിണറുകളിൽ നിന്നും നീ വെള്ളം കോരി കുടിക്കുവാനായിട്ട് പോവുകയാണ്. നീ തിന്ന് തൃപ്തി പ്രാപിക്കുമ്പോൾ, അവിടെ നമ്മൾ അത് വായിക്കുന്നത് ആവർത്തന പുസ്തകം 6-ാം അധ്യായം 10, 11, 12 വാക്യങ്ങളും ആവർത്തന പുസ്തകം 8 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അതാണ് കാണുവാനായിട്ട് കഴിയുന്നത്. അവിടെ പറയുന്നത്, നീ നല്ല വീടുകളിൽ പാർക്കുമ്പോൾ, അല്ലെ, നീ തിന്ന് തൃപ്തി പ്രാപിക്കുമ്പോൾ, എന്നിട്ടവിടെ പറയുകയാണ് 17-ാമത്തെ വാക്യത്തിൽ, ഇതെല്ലാം നീ അനുഭവിച്ചിട്ട്, ഒന്നുകൂടി വായിക്കാം, ഭാഗം ഒന്ന് വായിച്ചട്ടെ. എന്റെ ശക്തിയും എന്റെ കൈയുടെ ബലവും നീ അനുഗ്രഹങ്ങളെല്ലാം നിനക്കുണ്ടായിട്ട് നീ പറയരുത്, ഇതെന്റെ കൈക്കരുത്ത് കൊണ്ടാണ് ഞാനിത് നേടിയത്. പിന്നെ എന്റെ ശക്തിയും എന്റെ കൈയുടെ ബലവും ഈ സമ്പത്തുണ്ടാക്കി എന്ന് നീ നിന്റെ ഹൃദയത്തിൽ പറയാതിരിക്കാൻ നീ സൂക്ഷിക്കുക എന്ന് പറയുകയാണ്. ചില ആളുകളൊക്കെ ഒരല്പം ആ സമ്പത്ത് തൊട്ട് വന്ന് കയറുമ്പോ പറയുന്ന ഭാഷയുണ്ട്, ഇത് എന്റെ ശക്തി കൊണ്ട് ഞാൻ നേടിയതാണ്, എന്റെ അധ്വാനം കൊണ്ട് ഞാൻ സമ്പാദിച്ചതാണ്, എന്റെ അധ്വാനത്തിന്റെ ഫലമാണ് ഈ വീട് എന്ന് അഹങ്കാരത്തോടെ പറയുന്ന മനുഷ്യരെ കണ്ടിട്ടുണ്ട്. 2018, 2019, 20 വർഷങ്ങളിൽ കോവിഡ് വന്നു, അല്ലെ? കോവിഡ് വന്നപ്പോൾ ഒരുപാട് വാർത്തകളൊക്കെ നമ്മൾ കേട്ടു. ആയിരക്കണക്കിന് കോടിയുടെ ആസ്തി ഉണ്ടായിരുന്ന മനുഷ്യനെയും ഒരു പോളിത്തീൻ കവർ കൊണ്ട് മൂടി JCB കൊണ്ടുപോയി 15 അടി താഴ്ചകളെ പിടിയെടുത്ത് പുറമ്പോക്കി കിടന്നവനെയും 1000 കോടിയുള്ള ആസ്തിയുള്ള മനുഷ്യനെയും ഒരേ കുടിയിൽ മൂടി. എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഉണ്ടോ? എന്തെങ്കിലും വ്യത്യാസമുണ്ടോ?
ഒരു വ്യത്യാസമില്ല. ബോംബെയിൽ നമ്മൾ പത്രത്തിൽ കാണാം 1000 കോടികളുടെ മനുഷ്യനെയാണ്, ഒരുപാട് പണമുണ്ട്. പക്ഷേ JCB കൊണ്ടാണ് ആ ബോഡിയെ കുഴിയിലേക്ക് എടുത്തിട്ടുക. നീ പറയരുത്, നീ നല്ല വീട് താമസിക്കുമ്പോ ഞാൻ എന്റെ കുട്ടിക്കാലൊക്കെ ഓർക്കാറുണ്ട് പ്രിയമുള്ളവരെ. നല്ല ഭക്ഷണമില്ല, നല്ല വീടില്ല, ഓലമേന്റെ വീട്ടിൽ, ഓല കുത്തിച്ചാരി മറച്ച വീട്ടിൽ ഞാൻ ഓർക്കുകയാണ്. എവിടെ ഒരു പാള വീട് കിടക്കുന്നു എന്ന് എന്റെ അമ്മ നോക്കും. എന്തിനെന്നറിയാമോ? ചോരുന്നെടുത്ത് പാള വയ്ക്കുക. ഇന്ന് ടാർപ്പാളിനുള്ളത് കൊണ്ട് നമ്മളെ വീടുകളെല്ലാം ചോരാതെ കിടക്കുന്നു. എവിടെ ഒരു ഫ്ലക്സ് ഉണ്ട് എന്ന് നോക്കി നടക്കുന്ന വീടുകൾ ഇന്നുകൊണ്ട്. പണ്ടങ്ങനെയല്ല, ഇവിടെ പാള വീഴുന്നു, ഓടുന്നു, ഓടിപ്പോകും. അങ്ങനെ വളർന്നാണ് ഞങ്ങളൊക്കെ. ഒരു നേരത്തെ ആഹാരത്തിനും വസ്ത്രത്തിനുമൊക്കെ ഭാരപ്പെട്ട നിമിഷങ്ങൾ. ഇന്നങ്ങനെയാണോ? ഞാൻ പറയും, ഇത് 4 നേരം ആഹാരം കഴിച്ച് ദഹിക്കാൻ ഇഞ്ചിമുട്ടായും കഴിച്ച് നടക്കുന്നവർ നമ്മളെല്ലാവരും അല്ലേ? അങ്ങനെയല്ലേ? 4 നേരം ഉണ്ട്, ഇഞ്ചിമുട്ടായും ഉണ്ട് ദഹിക്കാൻ വേണ്ടി. നല്ല വീട്ടിലാണ് നമ്മൾ താമസിക്കുന്നത്, നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഈ ദൈവത്തോടുള്ള സ്നേഹം എത്ര പേർക്കുണ്ട്? എത്ര പേർക്കുണ്ട്? അതുകൊണ്ട് വചനം പറയുന്നു, ഈ ദൈവത്തെ നീ മറക്കരുത്. ഇന്നലകൾ നിനക്ക് വീട് വെക്കാൻ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല, മാറ് മറയ്ക്കാൻ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ വിചാരിക്കുകയാണ്, ഇന്ന് ഇങ്ങോട്ട് വരുമ്പോൾ എത്ര അമ്മമാരാണ്, സഹോദരങ്ങളാണ്, എത്ര ഡ്രസ്സ് മാറി മാറി നോക്കി ഇത് മേച്ചാകുന്നു. പണ്ടങ്ങനെയല്ലായിരുന്നു. ഒരു തുണി കഴുകി ഉണക്കി പിറ്റേ ഞായറാഴ്ച തുടുക്കണം, അങ്ങനെയല്ലേ? അങ്ങനെയായിരുന്നു ഇവിടെ ഇരിക്കുന്ന പഴയ തലമുറയിൽപ്പെട്ട ആളുകളൊക്കെ. ഇത് മക്കളോട് പറയണം പ്രിയമുള്ളവരെ, പറഞ്ഞു കൊടുക്കണം, അവരെ പറഞ്ഞു മനസ്സിലാക്കണം. മക്കളെ, ഇതൊന്നും ഞങ്ങൾ അനുഭവിച്ചില്ല. നമുക്ക് മുമ്പേ കർത്താവിന്റെ സന്നിധിയിലേക്ക് എടുക്കപ്പെട്ട നമ്മുടെ അമ്മമാർ ഒരു നേരത്തെ മിഷ്ടാന്ന ഭോജ്യം പോലും അവർ കഴിച്ചിട്ടില്ല പ്രിയമുള്ളവരെ. നല്ലൊരു വസ്ത്രം ധരിച്ചിട്ടില്ല, നല്ല വീട്ടിൽ പാർത്തിട്ടില്ല. പക്ഷേ അവരുടെ പ്രാർത്ഥനയും കണ്ണുനീരുമാണ് എനിക്ക് നിങ്ങൾക്കൊരു ഗോപുരമായി, അനുഗ്രഹമായി ഇന്ന് ഈ നന്മകളൊക്കെ അനുഭവിക്കുവാൻ ദൈവം തമ്പുരാൻ അവസരം നൽകിയത്. മറന്നുപോകരുത്. ഈ ദൈവത്തെ നീ മറക്കരുത്. ഈ ദൈവത്തെ നീ മറക്കരുത്. അതുകൊണ്ടാണ് വെളിപാട് പുസ്തകം 2-5 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, നീ ഏതിൽ വീണിരിക്കുന്നു എന്ന് ഓർത്ത് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക എന്ന് പറയുന്നത്. എവിടെയാണ് വീണുപോയത്? 2023 ഞാൻ എവിടെ വീണുപോയി? എന്റെ വിശ്വാസ ജീവിതത്തിൽ, എന്റെ ആരാധന ജീവിതത്തിൽ, ദൈവമായുള്ള ബന്ധത്തിൽ, ദൈവമായുള്ള സ്നേഹത്തിൽ, സഭയുമായുള്ള ബന്ധത്തിൽ, ശുശ്രൂഷകളിൽ എവിടെ വീണുപോയി? ഓർക്കാനുള്ള അവസരം ദൈവം നൽകുകയാണ്. അതുകൊണ്ട് ഈ രാത്രി ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, ഈ ദൈവത്തെ നീ സ്നേഹിക്കണം. എന്തിനു വേണ്ടി നീ ദൈവത്തെ മറക്കാതിരിക്കണമെന്ന് ചോദിച്ചാൽ, നിനക്ക് ദീർഘായുസ്സുണ്ടാകാൻ, നിനക്ക് നന്മയുണ്ടാകാൻ. ഏറ്റവും അവസാനമായി ആവർത്തന പുസ്തകം 6-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം. ആവർത്തന പുസ്തകം 6-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം. നിങ്ങളുടെ ദൈവമായ യഹോവ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള കൽപ്പനകളും സാക്ഷ്യങ്ങളും ചട്ടങ്ങളും നിങ്ങൾ ജാഗ്രതയോടെ പ്രമാണിക്കണം. നിനക്ക് നന്മയുണ്ടാകാൻ, നീ നന്നായിരിക്കുവാൻ, നിനക്ക് ദീർഘായുസ്സുണ്ടാകാൻ ദൈവവചനത്തിൽ 3-ാമതായി നമ്മോട് പറയുന്നത് ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിക്കണമെന്നതാണ്. അവിടെ പറഞ്ഞിരിക്കുന്നത്, യഹോവ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള കൽപ്പനകളും സാക്ഷ്യങ്ങളും ചട്ടങ്ങളും നിങ്ങൾ ജാഗ്രതയോടെ പ്രമാണിക്കണമെന്നാണ്. ചില നിയമങ്ങളുണ്ട്, ചില ചട്ടങ്ങളുണ്ട്, ചില കൽപ്പനകളുണ്ട്. നമ്മൾ ഇന്ത്യയിൽ ഒരു ശിക്ഷ അല്ലെങ്കിൽ ഒരു കുറ്റം ചെയ്താൽ IPC, ഇന്ത്യൻ പീനൽ കോഡ് അല്ലെ, ആ വ്യവസ്ഥ അനുസരിച്ചാണ് നിനക്ക് വധശിക്ഷ നൽകണമോ
ജീവപര്യന്തം നൽകണമോ എന്ന് തീരുമാനിക്കുന്നത് ഇന്ത്യയുടെ ശിക്ഷാ നിയമം അനുസരിച്ചാണ്. അല്ലെ? തമ്പുരാന്റെ മുന്നിൽ ചില നിയമങ്ങളുണ്ട്, ചില കൽപ്പനകളുണ്ട്, ചില ചട്ടങ്ങളുണ്ട്. എന്തിനു വേണ്ടിയാണ് നിയമങ്ങളൊക്കെ നൽകിയിരിക്കുന്നത്? പുറപ്പാട് പുസ്തകം 20-ാം അധ്യായമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇസ്രായേൽ ജനത്തിന് ദൈവം കൽപ്പനകൾ കൊടുക്കുകയാണ്. ദൈവത്തിന്റെ കൽപ്പനകൾ മോശയിലൂടെ ചിട്ടയായ ധാർമ്മികമായ ജീവിത മൂല്യങ്ങൾക്ക് അടിസ്ഥാനപരമായ നിയമസംഹിതകൾ ഒരു ജനത്തിന് നൽകുകയാണ്. അങ്ങനെ നിരവധി കൽപ്പനകൾ നൽകി. അതിൽ പ്രധാനമായും 10 കൽപ്പനകൾ. ആ 10 കൽപ്പനകൾ നമ്മൾക്ക് അറിവുള്ളതാണ്. യഹോവയായ ഞാൻ നിന്റെ ദൈവമാകുന്നു. ഒന്നാമത്തെ കൽപ്പന, ഞാനല്ലാതെ അന്യദൈവങ്ങൾ നിനക്കുണ്ടായിരിക്കരുത്. 3, നിന്റെ ദൈവമായ യഹോവയുടെ നാമം വൃഥാ എടുക്കരുത്. നീ ഒരു വിഗ്രഹത്തെ ഉണ്ടാക്കി അതിനെ കുമ്പിടുകയും സേവിക്കുകയും ചെയ്യരുത് എന്ന് തുടങ്ങി 10 കൽപ്പനകൾ ദൈവം നൽകിയാണ്. കൊല ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷി പറയരുത്, മോഹിക്കരുത്, നിന്റെ അപ്പനെ അമ്മയെ ബഹുമാനിക്കുക. 10 കൽപ്പന. ഒരുപാട് കൽപ്പനകളുണ്ട്. അതിനെ കർത്താവ് ലളിതമാക്കി 10 ആക്കി. അല്ലേ? ഈ 10 കൽപ്പനകൾ എത്രയോ വട്ടം നമ്മൾ ലംഘിച്ചു. 10 കൽപ്പനകൾ നമ്മൾ ലംഘിച്ചു. വീണ്ടും നമ്മളിങ്ങനെ കാലക്രമേണ വന്നു. ദൈവം നോക്കി 10 കൽപ്പനകളും അനുസരിക്കുന്നില്ല, ശിക്ഷ കൊടുത്താൽ ശിക്ഷിക്കാനേ ദൈവത്തിന് സമയമുള്ളൂ. അതുകൊണ്ട് മലാക്കി പ്രവചന പുസ്തകത്തിലേക്ക് നമ്മൾ മീഖ പ്രവചന പുസ്തകത്തിലേക്ക് വരുമ്പോൾ 6-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, മനുഷ്യ നല്ലത് എന്തെന്ന് ദൈവം നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിക്കാനും ദയാതൽപരനായിരിക്കാനും നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ നടക്കാനുമല്ലാതെ എന്തോന്ന് നിന്നോട് ആവശ്യപ്പെടുന്നു. 3 കാര്യങ്ങളാണ്. മനുഷ്യ നല്ലത് എന്നത് ദൈവം നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിക്കുക. നമ്മൾ ന്യായം പ്രവർത്തിക്കുന്നുണ്ടോ? നമ്മൾ പ്രവർത്തിക്കുന്ന മുഴുവൻ അന്യായമാണ്. രണ്ടാമത് ദൈവമുള്ളവരായിരിക്കുക. എത്ര പേരാണ് ദൈവമുള്ളവരായിരിക്കുന്നത്? ഇന്ന് ദൈവമൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. ഇന്നൊരു ആക്സിഡന്റ് നടന്നാൽ നമുക്ക് എങ്ങനെ സെൽഫി എടുത്ത് ഫേസ്ബുക്കിൽ കൊടുക്കാമെന്നാണ് നമ്മൾ നോക്കുന്നത്. ഇന്നത്തെ യുവതലമുറ ഒരു ആക്സിഡന്റ് നടന്നാൽ, ഒരു പ്രസന്റ് നടന്നാൽ അവിടെ പോയി സെൽഫി എടുത്ത് ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഒക്കെ സ്റ്റാറ്റസ് ഇടുകയാണ്. മനുഷ്യന്റെ ദയെല്ലാം നഷ്ടപ്പെട്ടു പോയി. പിന്നെ താഴ്മ ഒട്ടുമില്ല. അഹങ്കാരത്തിനോ കൈയും കണക്കുമില്ല. അല്ലേ? താഴ്മയില്ല, ന്യായമില്ല, ദയയില്ലാത്ത ഒരു ലോകത്ത്. അവിടെയും നമ്മൾ തെറ്റി. അത് മനസ്സിലിരിക്കുന്നില്ല. പുതിയ നിയമത്തിലേക്ക് വന്നു. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 27-ാമത്തെ വാക്യത്തിൽ കർത്താവ് കൽപ്പനകളെ വീണ്ടും ലളിതമാക്കി 2 ചുരുക്കി. എന്താണെന്നറിയാമോ? നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടുകൂടി പൂർണ്ണ മനസ്സോടുകൂടി സ്നേഹിക്കണം. 2, കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. ഒരു ദൈവത്തെ സ്നേഹിക്കണം, പിന്നെ കർത്താവിനെ ലളിതമാക്കിയാണ്, 2 കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. 2 പ്രമാണങ്ങൾ അതുപോലെ നമുക്ക് പാലിക്കാൻ കഴിയുന്നില്ല. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിച്ച എന്താണ് നേട്ടം? എന്തെങ്കിലും നേട്ടമുണ്ടോ? എന്തെങ്കിലും ഗുണം നമുക്കുണ്ടോ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഈ കൽപ്പനകൾ പ്രമാണിച്ചാൽ. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 6-ാം വാക്യം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്. ഒന്ന് വായിച്ചാട്ടെ.
ഈ കൽപ്പനകൾ, ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിച്ചാൽ എന്ത് നേട്ടമാണ്, എന്ത് നന്മയാണ് ഉണ്ടാകാനായിട്ട് പോകുന്നത് ചോദിക്കുന്നു. പിതാക്കന്മാരുടെ അകൃത്യം, ആറാമത്തെ വാക്യം, മക്കളുടെ മേൽ സന്ദർശിക്കുകയും എന്നെ സ്നേഹിച്ചു. അവിടെ വായിക്കുന്നത്, എന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക്, എന്നെ സ്നേഹിച്ച് എന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറ വരെ 1000 തലമുറ വരെ ദയ കാണിക്കുകയും ചെയ്യുന്നു. ദയ കാണിക്കുകയും ചെയ്യും. അതിന് തൊട്ട് മുമ്പുള്ള വാക്യം കൂടി വായിക്കാം. ദയ എത്ര വർഷം വരെ നിൽക്കും? ദൈവത്തിന്റെ കരുണ വറ്റിപ്പോവുകയില്ല. എത്ര തലമുറ വരെ? 1000 തലമുറകൾ. നീ കൽപ്പനകളെ പ്രമാണിച്ചാൽ, നീ ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിച്ചാൽ, അറ്റ്ലീസ്റ്റ് കർത്താവ് പറഞ്ഞതുപോലെ നീ ദൈവത്തെ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആരോഗ്യത്തോടും കൂടി സ്നേഹിച്ചാൽ, നിന്റെ കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിച്ചാൽ, നിന്റെ തലമുറ 1000 വർഷം വരെ, 1000 തലമുറ വരെ ദയ കാണിക്കുന്ന ഒരു ദൈവമുണ്ട്. അതിന് തൊട്ട് മുമ്പുള്ള വാക്യം, നിന്റെ ദൈവമായ യഹോവയായ ഞാൻ തീക്ഷ്ണതയുള്ള ദൈവമാകുന്നു. എന്നെ പകയ്ക്കുന്നവരിൽ, എന്നെ വെറുക്കുന്നവരിൽ, കൽപ്പനകളെ അനുസരിക്കാത്തവർക്ക് പിതാക്കന്മാരുടെ അകൃത്യം മൂന്നാമത്തെയും നാലാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കുകയും. മതി. ഒരാൾക്ക് എത്ര തലമുറ വരെ കാണാൻ പറ്റും? എത്ര തലമുറ കാണാൻ പറ്റില്ല? 4 തലമുറ കാണാൻ പറ്റില്ലേ? 3 അല്ലെങ്കിൽ 4 അല്ലേ? എന്ന് പറഞ്ഞാൽ നീ ദൈവത്തെ വെറുത്താൽ നിന്റെ തലമുറകൾക്ക് വരുന്ന അനർത്ഥം നീ തന്നെ കാണും. 1000 തലമുറ ആരെങ്കിലും ജീവിച്ചിരിക്കും ഇവിടെ? കണ്ടോ? നോക്കൂ, വചനം വ്യക്തമായി പറയുക. നിങ്ങൾ നോക്കൂ, എന്നെ പകയ്ക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം ആരുടെ മേൽ ചോദിക്കും? മക്കളുടെ മേൽ. 3-ാമത്തെ 4-ാമത്തെ തലമുറ വരെ സന്ദർശിക്കുന്ന ഒരു ദൈവം. എന്നാൽ ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിച്ചാൽ, ദൈവവചനത്തെ പ്രമാണിച്ചാൽ, ദൈവത്തെ കൽപ്പനകൾ അനുസരിച്ച് ജീവിച്ചാൽ നിന്റെ തലമുറ 1000 തലമുറ വരെ അനുഗ്രഹിക്കപ്പെടും. എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയുള്ള കാലം വരെയും നിന്റെ മക്കൾ അല്ലലില്ലാതെ ജീവിക്കും. അല്ലേ? അങ്ങനെയല്ലേ ഒരു ദിവസം പറയുന്നത്? അങ്ങനല്ലേ? അങ്ങനെ തന്നെയാണ് പറയുന്നത്. 1000 തലമുറ വരെ ദയ കാണിക്കുന്ന ഒരു ദൈവം. പ്രിയമുള്ളവരെ, ഒരു വാർഷിക കൺവെൻഷന്റെ ഈ സമാപന ദിവസം ആരാണ് ദീർഘായുസിന് വേണ്ടി ആഗ്രഹിക്കുന്നത്? എന്റെ ജീവിതം, എന്റെ കുടുംബം നന്നായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്? അവർക്കുള്ളൊരു സന്ദേശമായിരുന്നു ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ പറഞ്ഞു നൽകുന്നത്. നിനക്ക് നന്നായിരിക്കണമെങ്കിൽ, ദീർഘായുസ് ഉണ്ടാകണമെങ്കിൽ ഒന്നാമത് ചെയ്യേണ്ടത് എന്ത് ചെയ്യണം? ദൈവത്തെ സ്നേഹിക്കണം. 2, ദൈവത്തെ മറന്നുപോകരുത്. ഈ ദൈവത്തെ മറക്കരുത്. 3, ദൈവത്തിന്റെ കൽപ്പനകൾ പ്രമാണിക്കണം. അങ്ങനെ ഈ ദൈവത്തെ സ്നേഹിച്ചാൽ, ദൈവത്തെ മറന്നുപോകാതിരുന്നാൽ, എന്റെ കൽപ്പനകളെ പ്രമാണിച്ചാൽ നിനക്കെന്തുണ്ടാകും? നിനക്ക് ദീർഘായുസ് ഉണ്ടാകും. നിന്റെ ജീവിതം ഈ ഭൂമിയിൽ ശുഭകരമായി നന്നായിരിക്കും. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ കണ്ണുകളെ ദൈവത്തിന് അടയ്ക്കാം. നാം ഇന്ന് ശ്രമിച്ച ദൈവവചനത്തിന്റെ മുമ്പിൽ നമ്മൾ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം. ദീർഘായുസോടിരിക്കുവാൻ, നന്നായിരിക്കുവാൻ ഈ 2024 ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വചനം പറയുന്നു, ഈ ദൈവത്തെ സ്നേഹിക്കുക. ഇന്നലകളിൽ നടത്തിയതിന്റെ ദൈവത്തെ മറക്കാതിരിക്കുക. ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുക. നമുക്ക് ദൈവത്തോട് ഏറ്റു പറയാം,
ദൈവമേ, അങ്ങ് ഞങ്ങൾ വേണ്ടതുപോലെ സ്നേഹിച്ചിട്ടില്ല. അവിടെ തന്നെ സ്നേഹിച്ചതുപോലെ ഞങ്ങൾ അങ്ങേ പൂർണ്ണമായി സ്നേഹിച്ചിട്ടില്ല. അങ്ങ് നൽകിയ കൽപ്പനകൾ, അങ്ങ് നൽകിയ നന്മകൾ ഞങ്ങൾ മറന്നുപോയി. ഞങ്ങളുടെ പിതാക്കന്മാർ ആഗ്രഹിച്ചിട്ട് ലഭിക്കാത്ത ഭാഗ്യമൊക്കെ ദൈവം ഞങ്ങൾക്ക് നൽകി. ആ നന്മയെ ഞങ്ങൾ മറന്നു, ആ അനുഗ്രഹത്തെ ഞങ്ങൾ മറന്നു. ഒന്നുമില്ലായ്മയിലും ഞങ്ങളെ ഉയർത്തിയ വിധങ്ങളെ ഞങ്ങൾ മറന്നു. ഞങ്ങളുടെ രാത്രിയിൽ ഞങ്ങളെ തന്നെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. അവിടുത്തെ കൽപ്പനകൾ ഞങ്ങൾ മറന്നു, അവിടുത്തെ വഴികളിൽ ഞങ്ങൾ അകന്നു പോയി. ഞങ്ങളെ തന്നെ ദൈവസന്നിധിയിലേക്ക് രാത്രിയിൽ സമർപ്പിക്കുന്നു. ഒന്നുമില്ലായ്മയിൽ നിന്നെ നിന്നുടെ ഛായയിൽ സൃഷ്ടിച്ചു നിത്യമായി